ഗവൺമെന്റ് യു പി സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടിലാണ് ഗണിത ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. രസകരമായ കളിയിലൂടെ ഗണിത പാഠങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതൊക്കെ ഞാനുണ്ട്. നമുക്ക് തൊട്ട് മുന്നിലുള്ള ഭാഗവും ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് 2 ബോക്സുകളാക്കാം. ഇനി ഒരു ബോക്സ് മറ്റേ ബോക്സിന്റെ ഉള്ളിൽ ഇടുക. ഇപ്പോൾ നമുക്കൊരു ഡൈസ് കിട്ടും. ഇനി നമുക്ക് നമ്പേഴ്സ് എഴുതിയാലോ? ഇപ്പോൾ നമുക്കൊരു ഡൈസായി മാറ്റി. ഈ ഡൈസുകൾ കൊണ്ട് നമുക്കൊന്ന് കളിച്ചാലോ? ഈ ഡൈസ് ഉപയോഗിച്ചിട്ട് ഞാനും മിന്നുമാണ് കളിക്കാൻ പോകുന്നത്. ഒരു ചാർട്ടിൽ 100, 10, 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള അക്കം 333 എന്റെ അനിയത്തിക്ക് കിട്ടിയ 154. നമുക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്കോർ നൽകിയത് മിന്നുക്കാണ്. ഇവളാണ് ഈ കളിക്കിന്റെ വിന്നർ. ഇനി പുതിയ ഗെയിം കളിക്കാം. ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് ഇതൊന്ന് മുറിക്കാം. ഇങ്ങനെ ഞാൻ മുറിച്ച് ഇതൊന്ന് മടക്കി തയ്യിട്ടുണ്ട്. ഞാനിപ്പോൾ 50ൻ്റെയാണ് എഴുതുന്നത്. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും 50 കിട്ടുക എന്നതാണ് ഈ കളിയിൽ നമ്മൾ പഠിക്കുന്നത്. 16 - 10 15.
14 plus 10, 15. Twenty plus 13, 50. ഇത് അടുത്ത ഗെയിമാണ്. 3ന്റെ ഗുണന പട്ടിക പഠിക്കാൻ ഇത് സഹായിക്കുന്നു. 3 into 1, 3. 3 കഴിഞ്ഞിട്ട് 6. 6, 9, 12, 15, 18, 21, 24. ഇങ്ങനെ നമുക്ക് ഈ ബോള് ഇതിനിങ്ങനെ ഇട്ട് പോകാം. ഇതാണ് അടുത്ത ഗെയിം. ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സംഖ്യകൾ വായിച്ചു പഠിക്കാൻ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ ഇത് 414 ആണ്. $534. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് നോക്കിയാലോ. 535, 545, 331. വീട്ടിലൊരു ഗണിത ലാബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ചെയ്യണേ. കളികളിലൂടെ ഗണിതത്തെ എളുപ്പമാക്കാം.